ചേച്ചി എന്താടാ റൊമാൻസ് വരുന്നു. ബിരിയാണി എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ. അല്ലടാ ആരുടെ അമ്മയാ? ഈ പ്രാവശ്യം ആന്റി ഒന്നും അല്ല. നീ ആരെ വേണോ വിളിച്ചോണ്ടോ, ഒരു പ്രശ്നവുമില്ല. ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ചേച്ചി. എന്റെ കോൺഫിഡൻസ് എന്താണെന്നറിയാം. കുഴിയിലോട്ട് കാലം നീട്ടിരിക്കുന്ന കിളവിമാര് പോലും നീ വിളിച്ചിറങ്ങി വരൂല. ചേട്ടന്റെ ഭാര്യ പോലെയല്ലേ. എന്റെ വിഷമം എന്താണെന്നറിയോ, നിനക്ക് പെണ്ണ് കിട്ടുന്നതിന് മുന്നേ എന്റെ കൊച്ചിന് പെണ്ണ് കിട്ടൂല നോക്കുമ്പോഴേ എന്റെ സങ്കല്പത്തിന് അത്ര ആളെ കിട്ടാത്തോണ്ടല്ലേ. എന്താണാവോ സങ്കല്പം? മുല്ലപ്പൂക്ക് വെച്ച് പളങ്കി സാരിയൊക്കെ എടുത്തു. രാത്രി 12 മണിക്ക് ചിന്നക്കട ജംഗ്ഷനിൽ പോയി നിൽക്കുമ്പോഴേ മനസ്സിലായിരുന്നു അവന്റെ ഒരു പളുങ്ക് സാരി. അയ്യേ അതല്ല. പിന്നെ പ്രേമിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതപ്പെടുത്ത് നോക്കരുത്, ആധാർ കാർഡിൽ നോക്കണം, അല്ലെങ്കിൽ പോക്സോക്ക് അകത്ത് കിടക്കുന്നത്. ആഹാ, രാവിലത്തെ ചായ ഉച്ചക്കലത്തെ ബിരിയാണി സൂപ്പർ എന്റെ കോമ്പിനേഷൻ. പൊന്നണ്ണനെ വേണ്ടി ഞാൻ ഉണ്ടാക്കി. ഇത് പാത്രം കഴുകാൻ വേണ്ടി, ഇത് തവ തുടയ്ക്കാന്, ഇത് തുണി കഴുകാനായിട്ട്. ഓ മതി, എനിക്ക് വയറ് നിറഞ്ഞു. അപ്പൊ ഈ സാലഡ് എടുത്തിട്ട് വരട്ടെ. ഓ വേണ്ടേ, അതിനെ മുറ്റടിപ്പിക്കാനല്ലേ 3 സ്പൂൺ ബിരിയാണിക്ക് വേണ്ടി 3 ദിവസത്തെ പണി എടുപ്പിക്കുന്ന. എടാ വീട്ടിൽ ജോലി ചെയ്യുന്ന ആമ്പിളാർക്ക് നല്ല തങ്കം പോലത്തെ പെമ്പിളാരെ കിട്ടും. ചുമ്മാ പറയല്. അങ്ങനെ ആണെങ്കിൽ എന്റെ ഏട്ടൻ എന്തോരം വീട്ടുപണി ചെയ്യുന്ന അങ്ങനെ ഒരു രാക്ഷസിയല്ലേ കിട്ടിയത്. കൊള്ളി ചേച്ചി, എന്റെ ഏട്ടൻ പാടുപെട്ട് പണിയെടുക്കുന്ന പൈസ നിങ്ങൾ ഇവിടെ കിടന്ന് അടിച്ചു മാറ്റുവായിരുന്നു. ആ ജീൻസിനകത്ത് 500 രൂപ കിടപ്പുണ്ടെങ്കിൽ ഇത് തേക്കിട്ടില്ലല്ലേ ചേട്ടന്റെ എക്സിന്റെ പേര് പറഞ്ഞു. പോ ചേച്ചി, ഇപ്പൊ അങ്ങനെ പെണ്ണുങ്ങളെ മുഖത്ത് പോലും നോക്കത്തില്ല. അനിയൻകുട്ടാ ഈ 500 വെച്ചു. കല്യാണ നീതി ലക്ഷ്മി സിന്ധു ഗുജറാത്ത്. എടാ ഇത്രയൊന്നും വേണ്ട, ഒരു ദിവസം ഓരോ പേര് പറഞ്ഞാൽ മതി. ബിരിയാണി. ലക്ഷ്മി ആരാ? ലക്ഷ്മി ആരാ? ലക്ഷ്മണനാണെങ്കിൽ എനിക്കറിയാം, ബൈബിളിലുള്ളല്ലേ? ബൈബിളോ? ആ, കൃഷ്ണന്റെ ഫ്രണ്ട്. അതല്ല, ലക്ഷ്മി ആരാ? കറങ്ങാൻ പോയില്ലേ? അയ്യോ, അത് പണ്ട്. ഓഹോ, അപ്പൊ പണ്ട് കറങ്ങാൻ പോയി. എന്റെ ഒന്ന് ഷോപ്പിംഗ് ഉണ്ടോ പറയാ സമയമില്ലല്ലോ. എവിടെ വേണേ കൊണ്ടുപോവാ. എന്നാ പോയി റെഡിയാവ്. ബിരിയാണി തുടരുത്, പോയി പൈസ എടുത്തിട്ടോ, ഇല്ലെങ്കിൽ പഴത്തിന്റെ അവസ്ഥ. സമ്മതിച്ച് ഒരു 500 രൂപ തന്ന ചേട്ടനെ കുറിച്ചുള്ള നഗ്നമായിട്ടുള്ള സത്യം ഞാൻ പറഞ്ഞു. ചേച്ചി എല്ലാ ദിവസവും ഇങ്ങനെ കയറി ആരും അറിയാതെ തുണിയില്ലാതെ വിളിക്കുന്ന ഭർത്താവിനെ പറ്റിച്ച് ഞാൻ ജീവിക്കും, എന്നെ പറ്റിച്ച് ഭർത്താവിന്റെ അനിയൻ ജീവിക്കും.